എന്തായാലും തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ അതിന്റെ പ്രചാരണങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എറണാകുളത്താണെങ്കിലും അതോടൊപ്പം തൃശ്ശൂരിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പുരോഗമിക്കുകയാണ്. തൃശ്ശൂരിലാണെങ്കിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും വലിയ രീതിയിൽ അവരുടെ പ്രചാരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. NDA സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ ജനപങ്കാളിത്തമാണ് സുരേഷ് ഗോപിയുടെ റോഡ് ഷോയിലും അതോടൊപ്പം തന്നെ പ്രചാരണ പരിപാടികളിലും ഒക്കെ തന്നെ ഉള്ളത്. ഇതൊക്കെ തന്നെ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷ സംഘടനയ്ക്കുണ്ട്. എന്തായാലും ഇന്ന് NDAയുടെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ പരിപാടി എന്ന് പറയുന്നത് വികസന രേഖയുടെ ചർച്ചയാണ്. അതായത് തൃശ്ശൂർ ജില്ല നേരിടുന്ന വികസന പ്രശ്നങ്ങൾ അത് എന്തൊക്കെയാണ്, അത് ഏത് വിധത്തിലാണ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു വികസന രേഖയുടെ ചർച്ച കാസിനോ ഹോട്ടലിൽ ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും പൊതുജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ തങ്ങളുടെ വികസന പ്രശ്നങ്ങൾ ആ പരിപാടിയിൽ ഉന്നയിക്കാം. അതോടൊപ്പം തന്നെ ഏത് വിധത്തിലാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് തുടങ്ങിയ അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് പങ്കുവയ്ക്കാം. അതിനൊപ്പം തന്നെയായിരിക്കും ഈ ഒരു കാര്യങ്ങളിൽ ഏത് വിധത്തിൽ മുന്നോട്ട് നീങ്ങണമെന്നുള്ള കാര്യങ്ങളിൽ NDAയുടെ നേതൃത്വത്തിൽ ഒരു തീരുമാനമുണ്ടാകി. എന്തായാലും വികസന രേഖ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പങ്കുവെക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തൃശ്ശൂരിന്റെ വികസനത്തിൽ വലിയ രീതിയിൽ ഒരു മുതൽക്കൂട്ടാകുമെന്നൊരു പ്രതീക്ഷ പൊതുജനങ്ങൾക്കും ഉണ്ടായേക്കും. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളും തൃശ്ശൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും NDA സ്ഥാനാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അംഗവും അത് വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ്. പ്രചാരണ പരിപാടികളുമായിട്ട് 3 മുന്നണി സ്ഥാനാർത്ഥികളും ഇരു ജില്ലകളിലും മുന്നേറുകയാണ്. വ്യക്തമാണ്. മധ്യ കേരളത്തിൽ നിന്ന് വിശദമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പങ്കുവച്ചത്.